ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന കുറച്ച് തുണിയുടെ പീസസ് ഇല്ലേ, അപ്പോൾ അത് കൊണ്ട് നമുക്കൊരു അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വാങ്ങുന്ന വയറാണ്, ഗോൾഡൻ കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പോൾ ആ തുണിയുടെ അടിവശത്തോട്ട് അകത്തോട്ടാക്കി ആ വയർ വെച്ചിട്ട് ജസ്റ്റ് ആ തുണിയോട് കൂടി ഒന്ന് മടക്കി ചുറ്റി വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്നും ഇളകിപ്പോരില്ല. അപ്പോൾ കണ്ട നല്ല ടൈറ്റായിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുക വേണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറുതായിട്ട് ഒരു ഞൊറിവ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ആ ഒരു ലുക്ക് വരും. എനിക്ക് റോസ് ഫ്ലവർ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ഞാനിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പം കുറച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ക്ലോത്ത് എടുത്താൽ മതി. ഇനി വലിയ വലിപ്പമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വലിയ ഫാബ്രിക് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് നോർമൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് അതിലൊന്ന് ഞാൻ വേറൊരു പേപ്പർ, ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ടാണ്, ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളർ ടേപ്പ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനത് പല ഷേപ്പിലൊക്കെ ഉള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നമുക്ക് ഫ്ലവർ വേസിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.